السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه الفائزين أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിന്റെ 2 നോമ്പ് നമ്മളിൽ നിന്ന് പിന്നിട്ടിരിക്കുകയാണ്. അല്ലാഹു തആല ധാരാളം നന്മകൾ ചെയ്യുവാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. നമ്മൾ ചെയ്യുന്ന അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് ഇന്നലെ നമ്മൾ സംസാരിച്ചു. അല്ലാഹു തആല നമ്മളുടെ അമലുകൾ സ്വീകരിക്കണമെങ്കിൽ നമ്മളുടെ മനസ്സിന്റെ അകത്ത് ശരിയായ വിചാരമുണ്ടാകണമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മനസ്സിന്റെ വിചാരമാണ്, നിയ്യത്താണ്, കരുത്താണ് നാം ചെയ്യുന്ന അമലിയെ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് എത്തിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രസിദ്ധമായ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിൽ ഒന്നാമതായി ഉദ്ധരിക്കുന്ന ഹദീസ്, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സർവ്വസാധാരണയായി നമുക്കൊക്കെ അറിയുന്നതും നമ്മളുടെ ഫിഖ്ഹിന്റെ കിതാബിൽ അനേക തവണ ആവർത്തിച്ചു വന്നിട്ടുള്ളതുമായ ഹദീസ് ഇന്നമൽ അഅമാലു ബിന്നിയ്യ എന്ന ഹദീസ്. എല്ലാ അമലുകളും കെട്ടുപെടുന്നത് അതിന്റെ നിയ്യത്ത് അനുസരിച്ചാണ്. ഇത് അമലുകൾക്ക് നിയ്യത്ത് വേണം എന്നത് പഠിപ്പിക്കുവാൻ വേണ്ടി ഇമാമുകൾ ഇത് ഉദ്ധരിക്കാറുണ്ട്. ഈ ഹദീസിൽ എല്ലാം ഉണ്ട് എന്നാണ് മഹാനായ ദാവൂദ് റളിയല്ലാഹു അൻഹു, സുനൻ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു 5 ലക്ഷത്തോളം ഹദീസുകളിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ടാണ് 5000-ഓളം വരുന്ന ഹദീസുകൾ തന്റെ സുനനിൽ താൻ ഉദ്ധരിക്കുന്നത് എന്നും ആ ഹദീസുകളുടെ കൂട്ടത്തിൽ 4 ഹദീസുകൾ ഒരു മനുഷ്യന്റെ സമൂല വിജയത്തിന് മതിയാകുന്നതാണ് എന്നും അതിൽ പ്രധാനപ്പെട്ട ഹദീസാണ് ഇന്നമൽ അഅമാലു ബിന്നിയ്യ എന്ന ഹദീസ് എന്നും മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പൊ ഈ ഹദീസ്, ഇതിലുള്ള പാഠം ഇന്നമൽ അഅമാലു ബിന്നിയ്യ, അമലുകൾ മുഴുവനും അതിനെ പരിഗണിക്കുന്നത്, അത് സ്വഹിയാകുന്നത് മനസ്സിന്റെ അകത്തുള്ള അതിനെ സംബന്ധിച്ചിട്ടുള്ള വിചാരം കണക്കിലെടുത്തുകൊണ്ടാണ്. നിയ്യത്ത് നന്നാകണം. നിയ്യത്ത് നന്നായാലേ ആ അമലുകൾ ശരിയാവുകയുള്ളൂ. ഇത് നമുക്കറിയുന്ന വിഷയമാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലിൽ ആ അമല് ചെയ്യുന്നു എന്ന അതിലുള്ള വിചാരം, നിയ്യത്ത്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ നോമ്പനുഷ്ഠിക്കുകയാണ്. ഈ നോമ്പിന് നമ്മൾ കരുത്തില്ലാതെ, വിചാരമില്ലാതെ, നിയ്യത്തില്ലാതെ പ്രവേശിച്ചാൽ ഒരിക്കലും ഈ നോമ്പ് നമുക്ക് ലഭ്യമല്ല. ഇതുകൊണ്ടാണ് നമ്മൾ സുബ്ഹിന്റെ മുമ്പ് അത്താഴം കഴിഞ്ഞാൽ അല്ലെങ്കിൽ തറാവീഹ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉസ്താദുമാരൊക്കെ പള്ളിയിൽ നിന്ന് നിയ്യത്ത് ചൊല്ലിത്തരും. ആ ചൊല്ലിത്തരുന്ന നിയ്യത്ത് നമ്മൾ ചൊല്ലും. യഥാർത്ഥത്തിൽ നിയ്യത്ത് ചൊല്ലുകയല്ല. നിയ്യത്ത് എന്നുള്ളത് കൽബിന്റെ അകത്ത് ഉരുവപ്പെടേണ്ടതാണ്, കൽബിന്റെ അകത്തുണ്ടായി തീരേണ്ടതാണ്. കരുത്താണ്, വിചാരമാണ്. ഈ വിചാരം കൽബിന്റെ അകത്തുണ്ടെങ്കിലേ ആ നിയ്യത്ത് സഹിയാവുകയുള്ളൂ. കേവലം നാക്കുകൊണ്ട് ചൊല്ലിയാൽ പോരാ, കൽബിലാണ് നിയ്യത്ത് വേണ്ടത്. അപ്പൊ കൽബിൽ നോമ്പിനെ സംബന്ധിച്ച് പൂർണ്ണമായ രൂപത്തിൽ ഒരു വിചാരം, ഒരു കരുത്തുണ്ടെങ്കിലേ നോമ്പ് നമുക്ക് ലഭ്യമാവുകയുള്ളൂ. നിസ്കാരം അങ്ങനെ, നിസ്കാരത്തിന്റെ നിയ്യത്തുണ്ടെങ്കിലേ നിസ്കാരം സഹിയാവുകയുള്ളൂ. ഒരു മനുഷ്യൻ സുബഹി മുതൽ ഉറൂബ് വരെ നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നത് കൊണ്ട് അയാൾക്ക് നോമ്പ് ലഭ്യമല്ല. ഒരാൾ നിയ്യത്തില്ലാതെ നിസ്കാരത്തിന്റെ കർമ്മങ്ങളിൽ പ്രവേശിച്ചു, അതുകൊണ്ട് അയാൾക്ക് നിസ്കാരം കിട്ടൂല. നിയ്യത്താണ് പ്രധാനപ്പെട്ടത്. നിയ്യത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ നിയ്യത്ത് നമ്മളുടെ കൽബിലുണ്ടാകണം. ഇതുണ്ടെങ്കിലേ നമുക്ക് ആ അമല് ലഭ്യമാവുകയുള്ളൂ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് നമുക്ക് പഠിപ്പിക്കുന്നു. ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ കാരണമായി തീർന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഗത്യന്തരമില്ലാതെ പലായനം ചെയ്യേണ്ട വന്നുവല്ലോ, ഹിജ്റ പോകേണ്ട വന്നു. സഹാബാക്കൾ പലരും ഹിജ്റ പോയി. അങ്ങനെ ഹിജ്റ പോകുന്ന സമയത്ത് മുസ്ലിങ്ങൾക്കിടയിലുണ്ടായിരുന്ന ഒരു സ്ത്രീ, ഉമ്മു ഖൈസ് എന്നു പേരുള്ള ഒരു സ്ത്രീ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്.
ആ സ്ത്രീയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരാൾ ഉറപ്പിച്ചിരുന്നു. ഉമ്മു ഖൈസ് എന്ന സ്ത്രീ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ ഇയാളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകേണ്ട അവസ്ഥ വരികയാണ്. കാരണം ഈ സ്ത്രീ പറയുകയാണ്, ഹിജറ പോന്നാലേ കല്യാണം നടക്കുകയുള്ളൂ എന്ന് തീർത്ത് പറഞ്ഞപ്പോ ഉമ്മു ഖൈസ് എന്ന സ്ത്രീയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഉറപ്പിച്ച ആ മനുഷ്യൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാൻ നിർബന്ധിതനാവുകയാണ്. അങ്ങനെയാണ് ആ മനുഷ്യൻ ഹിജറ വന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതും കൂടി സൂചിപ്പിച്ചിട്ടാണ് ഈ ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, നിയ്യത്ത് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും. ഏതൊരു കാര്യവും അവൻ എന്താണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അവർക്ക് ലഭിക്കും. ഒരാളുടെ ഹിജറ, അള്ളാഹുവിന്റെ റസൂൽ തുടർന്ന് പറയുകയാണ്, ഒരാളുടെ ഹിജറ അള്ളാഹുവിനും റസൂലിനും വേണ്ടിയായാൽ അവന്റെ ഹിജറ തീർച്ചയായും അള്ളാഹുവിനും റസൂലിനും വേണ്ടിയാണ്. കാരണം അവന്റെ നിയ്യത്ത് അള്ളാഹുക്കും റസൂലിനും വേണ്ടി ഞാൻ ഹിജറ പോകുന്നു എന്നാണ്. എങ്കിൽ അവന്റെ ആ നിയ്യത്ത് പ്രകാരം തന്നെ അവന്റെ ആ ഹിജറ അള്ളാഹുവിനും റസൂലിനും വേണ്ടിയാണ്. ഇനി വല്ല ആളുകളുടെയും ഹിജറ ഈ പാലായനം ദുന്യാവിന് വേണ്ടിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കെട്ടാൻ വേണ്ടി, ഒരു കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള പെണ്ണിന് വേണ്ടിയിട്ടാണ് ഹിജറ പോയതെങ്കിൽ അവന്റെ യാത്ര, അവന്റെ ഈ ഹിജറ, അവൻ എന്തുദ്ദേശിച്ചിട്ടാണോ ഹിജറ പോകുന്നത് ആ ഉദ്ദേശമേ അവൻക്ക് ലഭിക്കുകയുള്ളൂ, പ്രതിഫലമില്ല. അള്ളാഹുവിനും റസൂലിനും വേണ്ടിയിട്ടാണ് ഹിജറ പോയത് എങ്കിൽ അവൻക്ക് പ്രതിഫലം ലഭിക്കും. അള്ളാഹുവിനും റസൂലിനും വേണ്ടിയിട്ടാണ് ആ ഹിജറ. അല്ല ഒരു പെണ്ണിന് വേണ്ടി, ദുനിയാവിലെ ഒരു പെണ്ണിന് വേണ്ടിയിട്ടാണ് അവൻ ഹിജറ പോയത് എങ്കിൽ അവന്റെ ആ ഹിജറ പെണ്ണിന് വേണ്ടിയിട്ടാണ്. ആ പെണ്ണിന് അവന് കിട്ടും, അവന് പ്രതിഫലമൊന്നുമില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? നമ്മളുടെ നോമ്പ്, നമ്മളുടെ നിസ്കാരം, നമ്മളുടെ എല്ലാ അമലുകളും തീർത്തും ഒന്നാമതായി അതിൽ നമ്മളുടെ വിചാരം ശരിയായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ഇത് അള്ളാഹുവിന് വേണ്ടി ഈ അമല്, ഇന്ന അമല് ഈ രൂപത്തിൽ അള്ളാഹുവിന് വേണ്ടി ഞാൻ ചെയ്യുന്നു എന്ന കരുത്ത്, വിചാരം ആദ്യമായി ഹൃദയത്തിന്റെ അകത്തുണ്ടാകണം. ഈ വിചാരം എത്ര തോത് നമ്മളുടെ ഹൃദയത്തിലുണ്ട് അതിനനുസരിച്ച് അള്ളാഹു തആല അതിന് പ്രതിഫലം നൽകും. നമ്മളുടെ നിസ്കാരം ഭംഗി വേണം, ഹസനായ നിസ്കാരമാകണം. നമ്മളുടെ നോമ്പ് ശരിയായ ഇഹ്സാനുള്ള, അതിന്റെ പരമാവധി പൂർണ്ണതയോടെയുള്ള നോമ്പാകണം. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് കൈകാലുകൾ വെക്കുന്നത്, കൈകാലുകളുടെ അനക്കങ്ങൾ, പോക്കുവരവിന്റെ ആ ചിട്ടൊക്കെ ഹസനായിരിക്കണം. അതിനേക്കാളും ശ്രദ്ധിക്കേണ്ടത് മനസ്സ് അതിന്റെ ഏറ്റവും മികച്ച അവസ്ഥയിലായിരിക്കണം എന്നതാണ്. കാരണം അല്ലാഹു തആല നമ്മെ നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ ജിസാമികും വലാ ഇലാ സുവരികും വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും. അല്ലാഹു തആല നിങ്ങളുടെ ശരീരത്തിലേക്കല്ല നോക്കുന്നത്, ആകൃതിയിലേക്കല്ല നോക്കുന്നത്, നിങ്ങളുടെ രൂപത്തിലേക്കല്ല നോക്കുന്നത്, നിങ്ങളുടെ അലങ്കാരത്തിലേക്കല്ല നോക്കുന്നത്, നിങ്ങളുടെ ഖൽബിന്റെ അകത്തേക്കാണ് അല്ലാഹു തആലയുടെ നോട്ടം. നിന്റെ ഖൽബിന്റെ അകത്ത് ഇതേ കുറിച്ചുള്ള വിചാരം എത്രയാണ്, നിന്റെ നിയ്യത്ത് എങ്ങനെയാണെന്നാണ് അല്ലാഹു തആല നോക്കുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മളുടെ നിയ്യത്തിന്റെ ആ തോതനുസരിച്ച് അല്ലാഹു തആല നമുക്ക് പ്രതിഫലം നൽകും. ഇപ്പോ റമദാനിലെ നോമ്പ് ഞാൻ അനുഷ്ഠിക്കുന്നുണ്ട്, നിങ്ങളും നോക്കുന്നുണ്ട്. ഇത് ഞാൻ ഓരോ അസർ, മഗ്രിബ്, ഇശാക്ക് ഞാൻ നിസ്കരിച്ചു, നിങ്ങളും നിസ്കരിച്ചു. എന്റെയും നിസ്കാരത്തിന്റെ, ലോഹറിന്റെയും അസറിന്റെയും എണ്ണം നിങ്ങളുടെയും നിസ്കാരത്തിന്റെ എണ്ണം ഒന്നാണ്. ഒരുപക്ഷെ നമ്മൾ ഏറെക്കുറെ സാധാരണയുള്ള സൂറത്തുകളാണ് നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതിയിരിക്കുക. സാധാരണയാണ് നമ്മളുടെ എന്റെയും നിങ്ങളുടെയൊക്കെ നിസ്കാരം. പക്ഷേ ഇതിന് അല്ലാഹു തആല പ്രതിഫലം നൽകുന്നിടത്ത് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്തു പരിഗണിച്ചിട്ടാണ് അല്ലാഹു തആല നൽകുന്നത്?
പല ഘടകങ്ങളും അല്ലാഹു തആല പ്രതിഫലം നൽകുന്നതിൽ പരിഗണിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട പരിഗണന നമ്മുടെ നിയ്യത്ത്, ഖൽബിന്റെ അകത്തുള്ള വിചാരമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുക, അല്ലാഹു തആലയുടെ റഹ്മത്ത്, നമ്മളൊരു നല്ല കാര്യം അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞു, ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ, ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചു, ഫലം യഅമൽഹാ, ചെയ്തിട്ടില്ല, ഉദ്ദേശിച്ചിട്ടേ ഉള്ളൂ എങ്കിൽ കതബഹുല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില, അല്ലാഹു തആല ആ ഉദ്ദേശിച്ചതിന് തന്നെ പൂർണ്ണമായി അത് ചെയ്തതിന്റെ പ്രതിഫലം നൽകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമ്മളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു, നോമനുഷ്ഠിക്കാൻ രാത്രി നിയ്യത്ത് കൊണ്ട് ഉദ്ദേശിച്ചു, നിയ്യത്ത് വെച്ചു, അപ്പൊ തന്നെ അല്ലാഹു തആല അത് ചെയ്തതിന്റെ പൂർണ്ണമായ പ്രതിഫലം നൽകും. കണ്ടോ, നിസ്കരിക്കാൻ ഉദ്ദേശിച്ചു, അപ്പോൾ തന്നെ അല്ലാഹു തആല പൂർണ്ണമായ പ്രതിഫലം നൽകും. അള്ളാഹുവിന്റെ വലിയ റഹ്മത്ത് ഇത് നന്മയിൽ നമ്മൾ പ്രതീക്ഷിക്കുവാനും പ്രതിഫലം പ്രതീക്ഷിക്കുവാനും അതിലേക്ക് പ്രചോദിതരാകുവാനും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന്റെ പ്രതിഫലത്തിന്റെ കട്ടിയും ഗാംഭീര്യവും നമ്മെ അള്ളാഹുവിന്റെ റസൂൽ തെര്യപ്പെടുത്തുകയാണ്, ബോധ്യപ്പെടുത്തുകയാണ്. അമലുകളിലേക്ക് നമ്മൾ വളരെ കൂടുതലായി ഉളരുവാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇനി അവനത് ചെയ്താൽ 10 പ്രതിഫലമാണ്. ഒരു നന്മക്ക് അല്ലാഹു തആല 10 പ്രതിഫലം നൽകും. പോരാ, 10 പ്രതിഫലം മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ തുടരുന്നു, 100 ഇരട്ടി പ്രതിഫലം അല്ലാഹു തആല നൽകും. 100 അല്ല, അതിലപ്പുറം പ്രതിഫലം അല്ലാഹു തആല നൽകിക്കൊണ്ടേ ഇരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. ഒരു ഖൈറായ അമലുകൾ, നല്ല പ്രതിഫലം അർഹിക്കുന്ന ഒരു അമൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തന്നെ അല്ലാഹു തആല നമുക്ക് പ്രതിഫലം നൽകുകയാണ്. ആ അമല് പൂർണ്ണമായി ചെയ്ത പ്രതിഫലമാണ് നൽകുന്നത്. ഇനി ഒരാൾ അത് ചെയ്യാൻ ഉദ്ദേശിക്കുകയും അങ്ങനെ ആ അമലവൻ ചെയ്തു തീർത്താൽ അല്ലാഹു തആല ഒരു നന്മക്ക് 10 പ്രതിഫലം അല്ല, 70 ഇരട്ടി പ്രതിഫലം, 100 ഇരട്ടി പ്രതിഫലം അല്ല, അറ്റമില്ലാത്ത കണക്കില്ലാത്ത ലക്ഷക്കണക്കിന് പ്രതിഫലം അല്ലാഹു തആല നൽകുമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തുള്ള നിയ്യത്ത് കരുത്തനുസരിച്ചാണ് പ്രതിഫലം അല്ലാഹു തആല കണക്കാക്കുന്നതെന്ന് ഈ ഹദീസുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, അപ്പൊ നമ്മളുടെ നിയ്യത്ത് നന്നാകണം, നല്ല കരുത്തുണ്ടാകണം. ഞാൻ എന്തിനാണ് ഈ നിസ്കാരം നിസ്കരിക്കുന്നത്? അതതിന്റെ മറ്റൊരു ഭാഗമാണ്. ഇത് അല്ലാഹുവിന്റെ പ്രീതി ലഭിക്കാൻ നമ്മൾ ചെയ്യുന്ന അമലുകള് 3 വിധാണ്. ഒന്ന്, അല്ലാഹു തആലയുടെ റിള, പൊരുത്തം നമുക്ക് ലഭിക്കണം. അല്ലാഹു തആല ഇത് കൽപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുവിന്റെ കൽപ്പനക്ക് ഞാൻ കീഴ്പ്പെടണം. അങ്ങനെ അല്ലാഹുവിന്റെ കൽപ്പനക്ക് കീഴ്പ്പെട്ടാൽ അല്ലാഹുവിന്റെ റിള, പൊരുത്തം എനിക്ക് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഒരാൾ ഇബാദത്ത് ചെയ്യുന്നത് എങ്കിൽ ആ ഇബാദത്ത് ഏറ്റവും ടോപ്പ് ഗ്രേഡിലുള്ള വിധാനത്തിലുള്ള ഇബാദത്താണ്. അവന്റെ ഉദ്ദേശം എന്താണ്? അല്ലാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെടുക, അല്ലാഹു തആലയുടെ പൊരുത്തം ലഭിക്കുക. ഇതാണ് ഏറ്റവും വലിയ സ്ഥാനമുള്ള ഇബാദത്ത്. ഇനി രണ്ടാമത്തെ ഇബാദത്ത് നമ്മൾ ചെയ്യുന്നത് പരലോകത്ത് നമുക്ക് നേട്ടം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഇബാദത്ത്. അതായത് സ്വർഗം ലഭിക്കുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക. ഇങ്ങനെ പരലോകത്ത് എന്തെങ്കിലും നേട്ടം നമുക്ക് ലഭിക്കണം എന്ന നിലക്കുള്ള ഇബാദത്താണ് നമ്മൾ നടത്തുന്നത് എങ്കിൽ ആ ഇബാദത്ത് സ്ഥാനം കുറഞ്ഞിട്ടുള്ള 2ാം ഗ്രേഡിലുള്ള ഇബാദത്താണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇബാദത്ത് ചെയ്യുന്നത് എങ്കിൽ, സ്വർഗം ലഭിക്കാനാണ് ഇബാദത്ത് ചെയ്യുന്നത് എങ്കിൽ അത് 2ാം സ്റ്റെപ്പിലുള്ള ഇബാദത്താണ്. മൂന്നാമതായി നമ്മൾ ചെയ്യുന്നത് ദുനിയാവിൽ വല്ല കോട്ടവും നമുക്ക് വരാതിരിക്കാൻ, അല്ലെങ്കിൽ ദുനിയാവിൽ വല്ല നേട്ടവും നമുക്ക് ലഭിക്കുവാൻ നമ്മൾ ചെയ്യുന്ന ഇബാദത്ത്. ഉദാഹരണത്തിന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു.
ഖുർആൻ പാരായണം ചെയ്യുന്നു, നിസ്കരിക്കുന്നു, മറ്റു ഇബാദത്തുകൾ ചെയ്യുന്നു. എന്തിന്? നമ്മളുടെ കടം വീട്ടി കിട്ടാൻ വേണ്ടി. അതുപോലെ തന്നെ നമുക്ക് രോഗം സുഖമായി കിട്ടാൻ വേണ്ടി. ഇങ്ങനെ ദുന്യവിയായ കാര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് ഏറ്റവും സ്ഥാനം കുറഞ്ഞിട്ടുള്ള താഴെയുള്ള ഇബാദത്താണ്, 3-ാം സ്റ്റെപ്പിലുള്ള ഇബാദത്താണ്. അപ്പൊ എൻ്റെ രോഗം ശിഫയാകാൻ വേണ്ടി ഞാൻ നിസ്കരിച്ചു. നിസ്കാരം അള്ളാഹ്ക്കിന്നെ നിയത്തൊക്കെ ശരി, അള്ളാഹു താലാക്ക് വേണ്ടി 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് ശരിയായ നിയത്തോടു കൂടെ തന്നെ നിസ്കരിച്ച നിസ്കാരം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്ത് ഉദ്ദേശമുണ്ട്? എൻ്റെ രോഗം ശിഫയാകണമെന്ന ഉദ്ദേശത്തോടെയാണ് ആ നിസ്കാരം നടത്തുന്നത്. ഈ നിസ്കാരം ഏറ്റവും സ്ഥാനം കുറഞ്ഞ 3-ാം സ്റ്റെപ്പിലുള്ള നിസ്കാരമാണ്. അപ്പൊ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തുള്ള വിചാരം, ആ വിചാരമാണ് നമ്മളുടെ അമലുകളുടെ സ്ഥാനവ്യത്യാസങ്ങൾ കണക്കാക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ പൂർണ്ണമായും നമ്മളുടെ നിയ്യത്ത് ഏറ്റവും ടോപ്പ് പദവിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള നിയ്യത്താക്കി തീർക്കണം. അങ്ങനെ നിയ്യത്ത് നന്നായാൽ തീർച്ചയായും അല്ലാഹു തആല നമ്മെ കൈവിടില്ല, അല്ലാഹു തആല നമ്മെ സ്വീകരിക്കും, അല്ലാഹു തആല നമ്മെ പൊരുത്തപ്പെടും. നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ അല്ലാഹു തആല പരിഗണിക്കും. നമ്മെ അവൻ ഏറ്റെടുത്ത ആളുകളുടെ കൂടെ അല്ലാഹു തആല കൂട്ടും. നമുക്കറിയാം മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു 18 രാജ്യം ഭരിച്ച രാജാവായിരുന്നു ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു. ആ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പ്രത്യേകമായ ഒരു സാഹചര്യത്തില് അല്ലാഹു തആല ഹൃദയത്തിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം എറിഞ്ഞു കൊടുത്തപ്പോ അതിന് പല കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കാരണങ്ങളിലൂടെ ഇബ്രാഹിം അദ്ഹം തങ്ങൾക്ക് ഹൃദയത്തിലേക്ക് അല്ലാഹു തആല ഹിദായത്തിന്റെ നൂറ് എറിഞ്ഞു കൊടുത്തപ്പോ രാജ്യം വിട്ടിറങ്ങുകയാണല്ലോ, കൊട്ടാരം വിട്ട് കാട്ടിലേക്ക് ഇറങ്ങുകയാണ്. എല്ലാം ഒഴിവാക്കി തറക്കത്തുൽ മാല ഹുബ്ബം ഫീ റിളാക, അല്ലാഹുവേ നിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ എൻ്റെ അധികാരം ഒഴിവാക്കുന്നു, എൻ്റെ കുടുംബം ഒഴിവാക്കുന്നു, എൻ്റെ രാജ്യം ഒഴിവാക്കുന്നു, എൻ്റെ സമ്പത്ത് ഒഴിവാക്കുന്നു, എൻ്റെ സന്താനങ്ങളെ ഒഴിവാക്കുന്നു. എല്ലാം ഒഴിവാക്കി അല്ലാഹുവിലേക്ക് ഇറങ്ങി തിരിച്ച ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു, ആ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു നടന്നങ്ങനെ നീങ്ങുകയാ. നടന്നു നീങ്ങുന്ന സമയത്താണ് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ തന്റെ മുന്നിലേക്ക് വരുന്നു. ഇബ്രാഹിം അദ്ഹം തങ്ങൾക്ക് സലാം പറഞ്ഞു. ഇബ്രാഹിം അദ്ഹം സലാം മടക്കി. ഇബ്രാഹിം അദ്ഹം തങ്ങളോട് ചോദിച്ചു, എവിടേക്കാൻ? ഇബ്രാഹിം അദ്ഹം പറഞ്ഞു, ഞാൻ അല്ലാഹുവിലേക്കുള്ള യാത്രയിലാണ്. മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ ആ സുമുഖനായ ചെറുപ്പക്കാരൻ ദുആ ചെയ്തു. ദുആ ചെയ്തിട്ട് അല്ലാഹുവിനോട് ആ ചെറുപ്പക്കാരൻ പറയുന്നു, പടച്ചവനെ ഇബ്രാഹിമിന്റെ മുന്നിൽ നിന്ന് എന്നെ നീ മാറ്റണേ. അത് പറഞ്ഞു തീരേണ്ട താമസം ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലുണ്ടായിരുന്ന ആ സുമുഖനായ ചെറുപ്പക്കാരൻ അപ്രത്യക്ഷനാവുകയാണ്. ഇബ്രാഹിം അദ്ഹം തങ്ങൾ അദ്ദേഹത്തെ അന്വേഷിച്ചു. എവിടെ പോയി? തന്റെ മുന്നിലുണ്ടായ ചെറുപ്പക്കാരൻ എവിടെ? അന്വേഷിച്ച് ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ മറ്റൊരാളെ കണ്ടുമുട്ടുകയാണ്. ഇബ്രാഹിം അദ്ഹം തങ്ങൾ സലാം പറഞ്ഞു. സലാം മടക്കി. ഇബ്രാഹിം അദ്ഹം തങ്ങളോട് അദ്ദേഹം ചോദിച്ചു, എവിടേക്കാ? ഇബ്രാഹിം അദ്ഹം തങ്ങൾ പറഞ്ഞു, എന്റെ മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ വന്നു. ഞാനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അപ്രത്യക്ഷനായി. അദ്ദേഹത്തെ ഞാൻ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇബ്രാഹിമെ, അദ്ദേഹത്തെ നിങ്ങൾ അന്വേഷിക്കരുത്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായി വന്നെത്തിയ ആ ചെറുപ്പക്കാരൻ മഹാനായ ഇല്യാസ് നബി അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം അദ്ഹം തങ്ങൾ ഈ ആളോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഇബ്രാഹിം അദ്ഹം തങ്ങളോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഖദർ അലൈഹിസ്സലാമാണ്, ഖദറാൻ. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു തന്റെ രാജ്യവും അധികാരവും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അല്ലാഹുവിലേക്ക് ഇറങ്ങിയപ്പോ അല്ലാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കുന്ന 2 പ്രവാചകന്മാർ, മഹാനായ ഇല്യാസ് നബി അലൈഹിസ്സലാമും മഹാനായ ഖദർ അലൈഹിസ്സലാമും സന്ധിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ദുആ ചെയ്യാൻ.
ഈ ഒരു സംഭവം നിയ്യത്ത് നന്നായാൽ വിജയമുണ്ടാകും, നിയ്യത്ത് നന്നായാൽ ലക്ഷ്യം കാണും, നിയ്യത്താണ് നന്നാകേണ്ടത്, നമ്മളുടെ വിചാരമാണ് നന്നാകേണ്ടത് എന്ന ഒരു അധ്യായത്തിൽ മഹാന്മാരായ ഇമാമുകൾ ഈ ചരിത്രം ഉദ്ധരിക്കുകയാണ്. ഈ ഒരവസ്ഥ നമുക്കും നേടിയെടുക്കാൻ കഴിയും. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ.